ഹായ് ഗൈസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ആരോ എന്ന് പറയുന്ന ഒരു മൈക്രോഫോൺ. അത് ഞാൻ പർച്ചേസ് ചെയ്തു. ഞാൻ നോർമലി എൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്യാറുള്ളത് എൻ്റെ സ്വന്തം വോയിസ് കൊണ്ടാണ്. നോർമൽ ആദ്യം വീഡിയോ എടുത്തിട്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കോർണറിൽ പോയിട്ട് നമ്മൾ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് വീഡിയോയും വോയിസും തമ്മിൽ മിക്സപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ വോയിസ് ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ക്ലിയർ ആവാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു മൈക്രോഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തു, കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒരു 1000 താഴെ ഒരു നല്ലൊരു മൈക്രോഫോൺ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സജഷൻ വന്നത് ഈ ഗ്രീൻ ആരോ എന്ന പേരുള്ള ഒരു മൈക്രോഫോണാണ്. ഗ്രീൻ ആരോൻ്റെ S12 കണ്ട. ഓക്കെ, ആ ഒരു മൈക്രോഫോണാണ് വന്നത്. ഓർഡർ ചെയ്തു. എന്തായാലും ഞാനിതുവരെ ഉപയോഗിച്ചതിൽ ഇത്ര നാൾ ഇതിൻ്റെ യൂസേജൊക്കെ നോക്കിയപ്പോൾ നമുക്കിതിൽ ഈ 1000 താഴെ വരുന്ന ഒരു നല്ലൊരു മൈക്രോഫോണാണത്. ഇത് നോർമലി ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത്. അതിലെനിക്ക് പാക്കിൽ വന്നു, പക്ഷേ അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റോടെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ബോക്സാണ് വരാം. ഓക്കെ, ഇതിൻ്റെ പുറകിൽ HD സൗണ്ട് ക്വാളിറ്റി, ഇൻ്റലിജൻറ്റ് നോയ്സ് റിഡക്ഷൻ, റിവർബ് മോഡ്, ലോങ് ബാറ്ററി ലൈഫ്, പോർട്ടബിൾ, വൈഡ്ലി കമ്പാഷബിൾ. ഓക്കെ ഓക്കെ ഞാൻ തുറന്ന് നോക്കുകയാണ്. നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിലായിട്ട് വരാം. ഞാനതിങ്ങനെ നോക്കി വെച്ചെന്നുള്ളൂ. തുറക്കുമ്പോൾ നമുക്കിതിൽ ബ്ലാക്ക് ബോക്സ്, ഇതിനുള്ളിൽ ഇങ്ങനെ ഇവിടെ 2 സൈഡിലായിട്ട് 2 മൈക്ക് വരും കേട്ടോ. അതിലൊരു മൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മൈക്ക് പറഞ്ഞെടുത്ത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് മൈക്ക് വരാം. 2 തരം പഫ് വരും. ഒന്ന് ഇങ്ങനത്തെ നോർമൽ പഫ്, ഇത് ഡിറ്റാച്ചബിൾ ആണ്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പഫ് പോലത്തെ അത് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ബാക്കിലൊരു ക്ലിപ്പ് വരും. നമുക്കിങ്ങനെ പ്ലഗ് ചെയ്ത് വയ്ക്കാനായിട്ട് വേണം, പ്ലഗ് ചെയ്ത് വയ്ക്കാൻ. ഓക്കെ, അതുപോലെ ഇതിൽ ബാക്കിലൊരു പവർ ബട്ടൺ കാണാം. ഇതിൽ നമ്മൾ ലോങ് പ്രസ് ഒരു 3 സെക്കൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്: മൈക്ക്, പിന്നെ കണക്ഷൻ, പിന്നെ ബാറ്ററി. ഇത് 3 നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല അവിടെ ഗ്രീൻ ആരോയുടെ ഒരു സിമ്പിൾ ഉണ്ടാവും. വളരെ ചെറുതാണ്, നമുക്ക് ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിൽ തന്നെ നമുക്ക് 2 മൈക്കും ഒരു റിസീവറും അങ്ങനെയാണ്. ഇതിലൊരു മൈക്കും റിസീവറും വരുന്ന പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. അതൊരു 700 സംതിങ് 800 നമുക്ക് കിട്ടും. ഡെലിവറി ചാർജൊക്കെ അടക്കം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാറ്റലോഗ് വരുന്നുണ്ട്, വർക്കിംഗ് കാറ്റലോഗ്, ഒരു വാറൻറ്റി കാർഡ്, ചാർജിങ് കേബിള് തുറക്കാം. ചാർജിങ് കേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചുറ്റും കൂടിയും ഒരു മൈക്കിൻ്റെ ഒരു കവർ കൂടി വരുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ സാധനം, ഇത് നമുക്ക് നോയ്സ് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കണം. അതായത് കാറ്റൊന്നും പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത രീതിയിൽ വരുന്ന സഹായിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ഇതിൽ ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ. അതെ, നമുക്കിതിൽ ഒരേ സമയം C ടൈപ്പാണ് ചാർജിങ് കേബിൾ. ഒരേ സമയം 2 മൈക്ക് നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നത്. പിന്നെ ഇതിൽ കണ്ടോ ഈ രൂപത്തിലുള്ളതാണ്, ഇതാണ് റിസീവർ. ഇത് നമ്മൾ നോർമലി നമ്മുടെ ചാർജിങ് പോർട്ടില്ലേ അതിന് താഴെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ അത് OTG യൂസ് ചെയ്യുന്ന പോലെ ഇനേബിൾ ആവും. നമ്മുടെ ഈ മൈക്ക് എടുത്തിട്ട് ഈ പവർ ബട്ടൺ ഉണ്ടോ, ഇതിൽ നമ്മൾ ഈ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഗ്രീൻ ബട്ടൺ, ഇതാ സെൻറ്ററിലൊരു ബട്ടൺ കാണുന്നുണ്ടോ, സെൻറ്ററിലത്തെ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കണക്റ്റ് ആയാൽ കാണിച്ചാൽ കണ്ടോ, അത് കണക്റ്റ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ എന്നുള്ളത് ഒരു ലെവലിലേക്ക് മാറും. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ലെവലിലേക്ക് മാറും. 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ ലെവലിലേക്ക് മാറും. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 3ാമത്തെ ലെവലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, നോയ്സ് റിഡക്ഷൻ ലെവൽ 1 ഇതിന് കണ്ടോ, ഇത് 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോയ്സ് ലെവൽ റിഡക്ഷൻ ലെവൽ 2. മൂന്നാമത് ക്ലിക്ക് ചെയ്തപ്പോൾ 1, 2, 3 ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോയ്സ് ലെവൽ റിഡക്ഷൻ 3. അതുപോലെ നമുക്ക് ഇതിലൊരു ലെവലും കൂടി ഉണ്ട്, അതായത് റീവർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എക്കോ പോലെ കാണിക്കും. ഞാൻ കാണിച്ചിരുന്നു. അതിനായിട്ട് ഇതിൽ നമ്മൾ 1, 2, 3 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കോ അടിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് ഇപ്പോൾ എക്കോ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എന്നത് കഴിയണമെങ്കിൽ നമ്മൾ നോർമലി റീവർബ് മോഡിൽ നമുക്ക് താഴോട്ട് വരാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോർമൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. കാണാം, ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ നോർമലായിട്ട് കേൾക്കുന്നത്. ഒരു പ്രാവശ്യം അമർത്തുന്നു, അതായത് ഒരു പ്രാവശ്യം ലിങ്ക് ചെയ്യുന്നു. നോയ്സ് ലെവൽ റിഡക്ഷൻ ലെവൽ 1 വന്നു. അടുത്ത 2ാമത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നോയ്സ് റിഡക്ഷൻ ലെവൽ 2 വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3. അപ്പോൾ നോയ്സ് ലെവൽ റിഡക്ഷൻ 3 എത്തി. അപ്പോൾ നമുക്ക് മുകളിൽ കറങ്ങുന്ന ഫാനോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അതായത് ആവശ്യം നമുക്ക് കേൾക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ ഗ്രീൻ ആരോ വയർലെസ് മൈക്രോഫോൺ S12 കേട്ടോ. ഇതിന് S12 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. എല്ലാവരും ഉപയോഗിക്കുക, നല്ലൊരു റിസൾട്ടാണ് അതുള്ളത്. ഈ 1000 രൂപയുടെ 1000 താഴെയുള്ള ഒരു മൈക്രോഫോണ് വ്ളോഗിനും മറ്റു കാര്യങ്ങൾക്കും വോയിസ് ഓവറിനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു സജഷനാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്കിൽ കൊടുക്കാം. കയറിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മേടിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും നമ്മുടെ ട്രാവൽ വീഡിയോസും നമ്മുടെ എൻ്റെ ലൈഫിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും, പിന്നെ നോർമലി ഞാൻ ക്രാഫ്റ്റും ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും പ്രൊഫൈൽ കയറുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതും കൂടെ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ്, അതുപോലെ A4 ഫ്രെയിംസ്, ബേബി ഫ്രെയിംസ്, കസ്റ്റമൈഡ് ഫ്രെയിംസ്, ഹാമ്പേഴ്സ്, അതുപോലെ വെഡ്ഡിങ് ട്രേ, വെഡ്ഡിങ് സാരിയുടെ ഹോൾഡർ, പിന്നെ മിനി ആൽബംസ്, റിംഗ് ആൽബംസ്, പോളറോയിഡ്സ്, അതുപോലെ മിനി ബൊക്കറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ബൊക്കറ്റ്സ്, പിന്നെ ഫ്രഷ് വെയർ ബൊക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ടേസ്റ്റ്, അവിടെയുള്ള സർവീസ്, ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഇത് വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മുടെ ലോക്കൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാലോ, സ്റ്റാർട്ടപ്പ് ചെയ്യാനും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പടിപടിയായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ പോലുള്ള സാധാരണക്കാരൻ്റെ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് വളരെ ക്ലിയറായിട്ട് തന്നെ ഒരു മോഡറേഷനോ ഡെക്കറേഷനോ കൂടാതെ പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു.